ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ നമ്മൾ കുറേ കാലത്തെ ചാറ്റിങ്ങിനും ഡിസ്കഷനൊക്കെ ഒടുവിൽ ഫൈനലി നമ്മൾ ഇന്നൊരു സ്റ്റേക്കേഷന് പോവുകയാണ്. നമ്മളിതാ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചാണ് നമ്മുടെ റിസോർട്ടിലേക്ക് പോന്നിട്ടുള്ളത്. നമ്മളൊരു അടിപൊളി ബീച്ച് വില്ല റിസോർട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫോട്ടോ ഒക്കെ കാണാൻ അടിപൊളിയാണ്. ഇനി അവിടെ നേരിട്ട് പോയി കാണാം. ഇതാണ് നമ്മുടെ റിസോർട്ട്. അവിടെ എത്തി അവരെ വിളിച്ചതാ ഡോറ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോഴത്തേക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഫൈനലി ആളെത്തി നമുക്ക് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ലൊരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ റൂം സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞതിനെ കൊണ്ട് നമ്മൾ എല്ലാ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. നല്ല ബീച്ച് വില്ല വ്യൂ ആണ് കേട്ടോ. ബീച്ചാണ് നേരെ മുന്നിൽ. നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്നുണ്ട് കേട്ടോ. അവിടെ പോയപ്പോൾ തന്നെ നല്ല അടിപൊളി ആംബിയൻസ് ആണ്, ഒന്നും പറയാനില്ല. അങ്ങനെ കുറേ നേരം അങ്ങനെ അതിലേക്ക് നടന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ റയാനൊക്കെ ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. റയാൻ എങ്ങോട്ടോടണം മനസ്സിലാവാത്തൊരവസ്ഥയിലാണ്. അങ്ങോട്ടോടുന്നു. കുറേ കാലമായി ഞങ്ങൾ മൂന്നാളും നമുക്ക് എവിടെയും പോകാനും ഒരു സ്റ്റേക്കേഷന് പോകാനെന്നൊക്കെ പറയുന്നത്. ആദ്യം വിചാരിച്ച് വയനാട്ടിലൊക്കെ എവിടെയെങ്കിലും പോകാമെന്നാണ്. പക്ഷേ അവിടെ എത്തിപ്പെടാനുള്ള പ്രശ്നം കൊണ്ടാണ് നമ്മൾ ടൗണിൽ തന്നെ കോഴിക്കോട് തന്നെ സെലക്ട് ചെയ്തത്. പിന്നെ മൂസിയും ചിന്നും എല്ലാവരും ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരെയും ഒത്തു കിട്ടിയില്ല, അതാണ് പറ്റിയ. പിന്നെ കിട്ടിയ ആളെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ചുറ്റി കാണുമ്പോഴത്തേക്ക് നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നു. ചൂടത്ത് അത് കുടിച്ചപ്പോഴുള്ളൊരു സുഖം പറയാൻ പറ്റില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ ഫാഷൻ ഫ്രൂട്ടായിരുന്നു കേട്ടോ, എൻ്റെ ഫേവറേറ്റാണ്, വെരി ടേസ്റ്റി. അങ്ങനെ ഇതാ എമ്മക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എമ്മക്കുഞ്ഞിനിപ്പം നെച്ചൂനങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കണം. അങ്ങനെ ഇതാ ഗൈസ് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റയാനോട് കലാപരിപാടികൾ തുടങ്ങി ഗൈസ്. റയാനോട് എല്ലാ ഗ്ലാസും പൊട്ടിപ്പോയി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എമ്മക്കുഞ്ഞിനെ റയാനെ രണ്ടൊന്ന് വീഡിയോസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഫൈനലി നമ്മളെ റൂം കിട്ടിയിട്ടുണ്ട്. റൂമിലെ വ്യൂ ആണ് കേട്ടോ ഇത്. ചെറിയൊരു ഗാർഡൻ ഉണ്ട്, അവിടെ ഒരു ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്, അടിപൊളി. അപ്പോൾ നമ്മൾ AC ഒക്കെ ഇട്ടുന്ന റിലാക്സ് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ റൂമൊക്കെ ഒന്ന് ചുറ്റി കാണുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യണം. ഏത് ഓർഡർ ചെയ്യുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മെനു ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് റയാനേമ്മ കുഞ്ഞും ഭയങ്കര കളിയിലാട്ടോ. റൂമിനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോട്ടോ സെക്ഷന് വേണ്ടി സാരിയൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ സാരിയൊക്കെ എടുത്ത് ഫോട്ടോ അതിൻ്റെ ഇടയിൽ എമ്മക്കുഞ്ഞിന് വിശന്നിട്ട് നെച്ചിങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കനുമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ എത്തി നമ്മൾ കഴിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റയാൻ ഉറങ്ങിപ്പോയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉറങ്ങിണീച്ചപ്പോൾ പിന്നെ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങി. അതിൻ്റെ ഇടയിൽ റയാന നല്ല കുരുത്തക്കേട് കളിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഈ വ്യൂ അടിപൊളിയാണ് കേട്ടോ. കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം റൂമിലിരുന്ന് പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കുറേ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അറിയുന്നവരും അറിയാത്തവരൊക്കെ ഈ കഥകളിലുണ്ട് ഗൈസ്. ഐഷു എന്ന് പറഞ്ഞാൽ നെച്ചുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ നെച്ചു വഴിയാണ് ഞാൻ ഐഷുവിനെ പരിചയപ്പെടുന്നത്. ഐഷുവിനെ ഞാൻ കാണുന്നതിൻ്റെ മുന്നേ തന്നെ ഐഷുവിനെങ്കിൽ എന്താ പറയുക, നമ്മൾ അറിയാത്ത ഒരാളെ കേട്ട് ഭയങ്കരമായിട്ട് അറിയുന്ന ഒരാളെ പോലെ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത് ദുബായിൽ നിന്നാണ്. ഇപ്പോൾ നെച്ചു പറഞ്ഞ് എനിക്ക് ഐഷുവിനെ നല്ലോണം അറിയുന്ന പോലെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കമ്പനി അധികം സമയമൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല, വേഗം തന്നെ കമ്പനി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഐഷുവിൻ്റെ കഥകളിലെ ക്യാരക്ടറും കഥകളിലും നെച്ചുവിൻ്റെ കഥകളും അങ്ങനെ മൂന്നാളെ കഥകളും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്, ആരൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ അതിന് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ തീവ്രമായി കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്ന് റയാൻ്റെ എമ്മക്കുഞ്ഞിന് എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ഉണ്ടാകുക, അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. അങ്ങനെ ഇതാ റയാന ഒരുവിധം ഒതുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാൻ നമ്മൾ കുറച്ച് നേരത്തെ എടുക്കേണ്ടിയിരുന്നു. പ്ലാന് സംഭവം നേരത്തെ നടക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ഈ ഒരു അവസരം എത്താത്തതുകൊണ്ടാണ്. എന്തായാലും ഇനി ഇത് നമുക്കൊരു ശീലമാക്കാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട്, നടക്കുകയോ ഇല്ലെന്നൊന്നും അറിയില്ല. അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മൾ റൂം ടൂർ ഒന്ന് എടുക്കാമെന്ന്. ലൈറ്റ് പോയാൽ പിന്നെ വലിയ ഭംഗി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ റൂം ടൂർ എടുക്കാൻ ഞാൻ ഐഷും കൂടി പോയി. അപ്പോൾ ഇനി നമ്മൾ റൂം ടൂറാണ് കാണാൻ പോകുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. കയറി വരുമ്പോൾ ഇങ്ങനെ ഗ്ലാസ്സിനതാ അറിയാൻ നേരെ ഫുഡിൻ്റെ മുഖാൻ നോക്കി. അങ്ങനെ നമുക്ക് ചെറിയൊരു ഗാർഡൻ സ്പേസ് ഉണ്ട് കേട്ടോ. ഒരു കോർട്ട്യാർഡ് പോലെ ഒരു സ്പേസ് ഉണ്ട് റൂമിൻ്റെ ഉള്ളിൽ തന്നെ. അതിൻ്റെ സൈഡിലായിട്ട് സിറ്റ് ഔട്ട് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ സ്പേസ്. നല്ല അടിപൊളി സ്പേസാണ് കേട്ടോ, രക്ഷയില്ല. നമ്മൾ കുറേ നേരം അവിടെ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല ഒരു വൈബാണ് കേട്ടോ, മൊത്തത്തിൽ അടിപൊളി വൈബാണ്, ഒന്നും പറയാനില്ല. ഇനി നെക്സ്റ്റ് നമ്മുടെ ബാത്റൂം അടിപൊളി, ഒന്നും പറയാനില്ല.
അങ്ങനെ പിന്നെ നമ്മൾ പുറത്ത് പോയിരുന്നു. അപ്പോൾ അത് ഐഷു പറഞ്ഞു ഇനി കഥ കുറച്ച് കോഫി കുടിച്ചാന്ന് വിചാരിച്ച് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പം നമ്മളോട് അവിടെയുള്ള ആൾ വന്നിട്ട് കോഫി വേണം, നമ്മൾ എല്ലാവരും ഒരുപോലെ വേണ്ടാന്ന് പറഞ്ഞു. ആ കോംപ്ലിമെൻ്ററി ഓക്കെ എന്നാ എടുത്തോന്ന് പറഞ്ഞു. എല്ലാവരും മൂന്നാളും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത്. സംഭവം നല്ല കോമഡിയായിരുന്നു, പക്ഷേ ക്യാമറ അപ്പോൾ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, കോഫി. കുഞ്ഞിപ്പോൾ ആരപ്പുറം പോരുന്നില്ല കേട്ടോ, നെച്ച് തന്നെ എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ കൂടെയൊക്കെ പോരും, പക്ഷേ നെച്ച് അടുത്ത് തന്നെ വേണം. പണ്ട് റയാൻ അങ്ങനെ കേട്ടോ, അതെന്നെ ഓർമ്മ വന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി കോഫിയും നല്ല പഴംപൊരിയും കട്ട്ലേറ്റും മുട്ട ബജ്ജിയൊക്കെ വന്നിട്ടുണ്ട്. റയാൻ കണ്ടപാടെ കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് കയറി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ പിന്നെ പറയണ്ടല്ലോ കഥ ഈ കഥക്ക് വന്നാന്നോ ചോദിക്കും. പക്ഷേ സംഭവം നമ്മൾ എന്താ പറയുക, മൊത്തത്തിൽ ഒന്ന് റിലാക്സ് ചെയ്യാനും കഥ പറയാനും എല്ലാം കൂടിയാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ രാത്രിയായപ്പോൾ നെച്ചൊന്ന് ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് എമ്മയുടെ ശ്രദ്ധ തിരിച്ചു വിടുകയെന്ന് ഐഷു ഭയങ്കര എന്തൊക്കെയോ ചെയ്ത് നിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കരയുന്നുണ്ട്. രാത്രിയപ്പോൾ നമ്മൾ വീണ്ടും അവിടെ പോയിരുന്ന് അന്നപ്പോൾ ചെറുതായിട്ടൊരു പേര് ഞങ്ങൾക്ക് വന്നിട്ടോ. അങ്ങനെ നമ്മൾ എന്നാൽ പിന്നെ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടി റൂമിലേക്ക് പോവാണ്. വീണ്ടും കുഞ്ഞിൻ്റെ ശ്രദ്ധ തിരിച്ചു വിടലാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐഷു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മതിമറന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് നെച്ചനൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ ശ്രദ്ധ തെറ്റിക്കുന്നു. റയാനിതാ കാർട്ടൂൺ വെച്ചെടുത്തതിനെ കൊണ്ട് നല്ലോണം അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. ടി വിയിൽ അതിനെ കൊണ്ട് വെച്ച് കൊടുക്കൽ പൊതുവേ ഞാൻ അങ്ങനെ ഫോണിൽ വെച്ച് കൊടുക്കാറില്ല. പിന്നെ കിട്ടുന്ന ചാൻസിൽ അവൻ കാണാറുണ്ട്. അങ്ങനെ നമ്മൾ ഉറങ്ങി എണീച്ച് റയാൻ നല്ല ഉറക്കില്ലാട്ടോ. രാവിലെ തന്നെ എണീച്ചു. കുഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ. എന്തൊക്കെയോളെ ഭാഷയിലോള് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് റയാനൊക്കെ എണീച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റയാൻ്റെ ഒന്ന് ഫ്രഷാക്കി ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് ഇനി നമുക്ക് ഒരു ഫോട്ടോ ഷൂട്ട് എടുക്കാനുണ്ടായിരുന്നു ഇവിടുന്ന്. അപ്പോൾ അത് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ രീതിയിലുള്ള ചെറിയൊരു ഫോട്ടോ ഷൂട്ടും. അപ്പോഴൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല കട്ട് ഫ്രൂട്ട്സും നല്ല അടിപൊളി അപ്പവും മുട്ടക്കറിയും ജ്യൂസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളോട് രാത്രി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വേണ്ടിയെന്ന്, കോംപ്ലിമെൻ്ററിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് അതൊക്കെ ഉണ്ടായിരുന്നു. വെരി ടേസ്റ്റി. എടുക്കുമ്പോൾ പിന്നെ ഫുഡ് കണ്ടാൽ എന്നോട് എന്തായാലും വീഡിയോ എടുക്കാൻ മറന്നു പോകുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ എടുക്കുന്നത്. കുഞ്ഞിതാ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ കൂടിയൊക്കെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാണ്. അങ്ങനെ നല്ലോണം തന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇനി കുറച്ച് ഫോട്ടോ ഷൂട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. അങ്ങനെ റയാനെ ഒരു വിധത്തിൽ പറഞ്ഞ് സെറ്റാക്കി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് ഇനി നമ്മൾ തിരിച്ചു പോകാമെന്നു. അവിടുന്ന് ഒരു ഓട്ടോ കിട്ടി. നമ്മൾ നേരെ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, കഴിഞ്ഞു പോയല്ലോ, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. എന്തായാലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഒരു അരമണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോഴിക്കോടേക്കും നെച്ചു ഐഷും പയ്യോളേക്കാണ് കേട്ടോ പോകുന്നത്. എനിക്ക് കോഴിക്കോട് ഇറങ്ങിയാലാണ് കുറച്ചുകൂടി വേഗത്തിൽ പോകാൻ സുഖം. അതുകൊണ്ട് ഞാൻ കോഴിക്കോട് ഇറങ്ങി. അങ്ങനെ നമ്മൾ കോഴിക്കോട് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്.